ചെത്തല്ലൂർ പനംകുറിശി തട്ടകത്തിൽ ഇനി ഉത്സവരാവുകൾ. ക്ഷേത്രത്തിൽ പൂരം പുറപ്പാട് ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ നടന്നു. തിങ്കളാഴ്ചയാണ് പൂരം കൊടിയേറ്റം. പൂരം പുറപ്പാട് ദിവസം വൈകുന്നേരം 6:30 മുതൽ നൃത്തപരിപാടികളും പഞ്ചവാദ്യവും പ്രസാദവൂട്ടും നടന്നു. 9:30 പഞ്ചവാദ്യ സമേതം ആനപ്പുറമേറി ദേവിയെ ആദ്യ ആറാട്ടിനായി എഴുന്നള്ളിച്ചു. ചെത്തല്ലൂർ ആലിപ്പറമ്പ് തട്ടകത്തിലെ നിരവധി ഭക്തരാണ് പൂരം പുറപ്പാട് ചടങ്ങിനായി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. ഞായറാഴ്ച രാവിലെ 8-ന് ആറാട്ട്, മേളം എന്നിവയും തുടർന്ന് ഓട്ടൻതുള്ളലുമുണ്ടായി. വൈകിട്ട് നാദസ്വരം, പ്രസാദവൂട്ട്, നൃത്തപരിപാടികൾ, പുതനാമോക്ഷം, കഥകളി, ഗാനമേള എന്നിവ നടന്നു. മൂന്നാം പൂരമായ തിങ്കളാഴ്ച വൈകുന്നേരം 8:30 കൊടിയേറ്റം നടക്കും. നൃത്തപരിപാടികളും തിരുവാതിരക്കളിയും ഉണ്ടാകും. ചൊവ്വാഴ്ച രാവിലെ ഓട്ടൻതുള്ളൽ, വൈകിട്ട് നാദസ്വരം, പ്രസാദവൂട്ട്, ഭജന, തിരുവാതിരക്കളി എന്നിവയും 9:30 മുതൽ മേളവും നടക്കും. ബുധനാഴ്ച ഓട്ടൻതുള്ളൽ, നാദസ്വരം, പ്രസാദവൂട്ട്, സോപാന സംഗീതം, തായമ്പക എന്നിവയും നടക്കും. വൈകിട്ട് 7-ന് നാടൻപാട്ടുമുണ്ടാകും. വ്യാഴാഴ്ച വലിയാറാട്ട് നടക്കും. ആറാട്ടിന് ശേഷം ഓട്ടൻതുള്ളൽ, പ്രസാദവൂട്ട്, നാദസ്വരം, തായമ്പക എന്നിവയും ഉണ്ടാകും. വെള്ളിയാഴ്ചയാണ് പ്രധാന പൂരം. രാവിലെ ആറാട്ടിന് ശേഷം ഓട്ടൻതുള്ളൽ നടക്കും. വൈകിട്ട് 3:30 മുതൽ വേലവരവ് തുടങ്ങും. 16 ദേശവേലകളാണ് പൂരപ്പറമ്പിലെത്തുക. പിന്നീട് പൂരം കൊട്ടിയറിക്കലുണ്ടാകും. രാത്രി 8-ന് പഞ്ചവാദ്യ സമേതം തിരിച്ചെഴുന്നള്ളിപ്പ് നടക്കും. ബാലയും ഉണ്ടാകും. ശനിയാഴ്ച വൈകിട്ട് 5-ന് ഉത്സവത്തിന് സമാപനം കുറിച്ച് പുഴയ്ക്കലാറാട്ട് നടക്കും. വെള്ളിയാഴ്ച ക്ഷേത്രത്തിൽ ശുദ്ധിക്രിയകൾ ഉണ്ടായി. ഭഗവതി ക്ഷേത്രത്തിലെ ഉപദേവനായ ക്ഷേത്രപാലകൻ പാട്ട് നടത്തി. ക്ഷേത്രപാലകനെ കളമെഴുതി പാട്ട് നടത്തുന്നത് വളരെ അപൂർവമാണ്. കഴിഞ്ഞ വർഷമാണ് ക്ഷേത്രപാലകൻ ക്ഷേത്രം പുതുക്കിപ്പണിത് പുനഃപ്രതിഷ്ഠ നടത്തിയത്. CCN ചെത്തല്ലൂർ.